പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയ മക്കളെ, ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയ മക്കളെ, നാം ഒരു കാര്യം ചിന്തിക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ഐക്യതയോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറയാതിരിക്കുന്നത് 2-3 പേർ എൻ്റെ നാമത്തിൽ, കർത്താവപ്പച്ചൻ്റെ സന്നിധിയിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ അപ്പൻ്റെ സാന്നിധ്യം ഉണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ അപ്പനുമായിട്ടുള്ള ബന്ധം, കൂടി വന്നവരുമായിട്ടുള്ള ബന്ധം. ഹല്ലേലൂയ. എപ്രകാരമാ? ഹല്ലേലൂയ. എന്നിട്ട് മുകളിലത്തെ 18-ാം വാക്യത്തിലൊക്കെ 19-ാം വാക്യത്തിൽ പറയാം, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്നായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഹല്ലേലൂയ. നോക്കൂ, ഒരു വിശ്വാസത്തോടെയുള്ള ഒരു പ്രാർത്ഥനയ്ക്കുള്ള മറുപടി എന്താ? ഹല്ലേലൂയ. 2 പേർ ഐക്യമത്യപ്പെട്ട്, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യത്തിലും, നിങ്ങളുടെ ചെറുതോ വലുതോ ഏത് വിഷയവുമാകട്ടെ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്നവർ തമ്മിൽ ഒരു ഐക്യതയുണ്ടെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി നമുക്ക് കാണുവാനിടയായിത്തീരും. അതിന് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ഐക്യതയോടെയുള്ള പ്രാർത്ഥനയായിരിക്കണം. എങ്കിൽ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഐക്യതയില്ലാതെ 2 പേരും അല്ലെങ്കിൽ കൂടി വരുന്നവർ പല ചിന്താഗതിയിൽ, ഹല്ലേലൂയ, ആണെങ്കിൽ ആ വിഷയത്തിന് മറുപടി കിട്ടാൻ ഹല്ലേലൂയ, അതായത് അല്പസമയം ഹല്ലേലൂയ തേടിയിരിക്കേണ്ട ആവശ്യം വരും. അടുത്തതായിട്ട് നോക്ക്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. മറുപടി ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വിശ്വാസത്തോട് കൂടിയതായിരിക്കണം. അതാ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, 1-ാം അധ്യായം 5-6 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, ഒരുവന് നമ്മളെല്ലാ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവപ്പച്ച അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണമേ, നല്ല ജ്ഞാനം കൊടുക്കണമേ, വിവേകം കൊടുക്കണമേ എന്നൊക്കെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, എല്ലാം തരുന്ന അപ്പനോട് നമ്മളങ്ങ് ചോദിച്ചാൽ മതി. അപ്പൻ നമുക്ക് അത് ഇവിടെ പറഞ്ഞെന്താ, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. അപ്പനോട് യാചിക്കുന്ന വിഷയത്തിൽ നമുക്കും ഒരു വിഷയത്തില് ഏതാണോ അപ്പന്റെ സന്നിധി വെക്കുന്നത് അതിൽ വിശ്വാസം വേണം. എൻ്റെ അപ്പന്റെ സന്നിധിയിൽ അത് അർപ്പിച്ചാൽ, അപ്പച്ചനോട് അത് പറഞ്ഞാൽ, കണ്ണുനീരൊഴുക്കിയാൽ എൻ്റെ അപ്പൻ എനിക്ക് മറുപടി തരും. അത് പ്രാർത്ഥിക്കുന്ന നമുക്ക് വിശ്വാസം വേണം. ഹല്ലേലൂയ. അതാ യാചിക്കുമ്പോൾ അത് ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടെ ഏത് വിഷയവുമാകട്ടെ അപ്പൻ നൽകി തരാൻ ഹല്ലേലൂയ സന്നദ്ധന. പലപ്പോഴും നമ്മുടെ വിശ്വാസക്കുറവ് ഇവിടെ പറയുന്നുണ്ടല്ലോ, എന്നാൽ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോട് യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച അലയുന്ന കടൽ തിരക്ക് സമൻ. ഹല്ലേലൂയ. നോക്കൂ, കാറ്റ് എങ്ങോട്ടാ അടിക്കുന്നേ, അതിൻ്റെ ആ തിരമാലകൾ എങ്ങോട്ട് പോകുന്നു, എങ്ങനെ എന്തുവാ ആർക്കും അറിയത്തില്ല. വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിഷയത്തിൽ നമുക്ക് മറുപടി കിട്ടത്തുള്ളൂ. പ്രിയ മക്കൾ, അല്ലെങ്കിൽ എന്താ ഇന്ന് ഇപ്പൊ വന്നു പോയി എന്നുള്ള ആ ഒരു ഇത് പ്രാർത്ഥിച്ചു, പക്ഷെ വിശ്വാസത്തോടെയാണോ? പ്രിയ മക്കളെ, നമ്മൾ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടും. അടുത്തതായിട്ട് എന്താ, യേശുവിന്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-14 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിനെ ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നമ്മുടെ അപ്പൻ നല്ല ഉറപ്പോടെ നമുക്ക് പറഞ്ഞത് അത് നോക്ക്. ഹല്ലേലൂയ. എൻ്റെ നാമത്തില് നിങ്ങൾ അപേക്ഷിക്കുന്ന പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഹല്ലേലൂയ ഞാൻ ചെയ്തു തരും. യേശുപ്പന്റെ നാമത്തിൽ നാം എന്തപേക്ഷിച്ചാലും
അപ്പൻ ഹാലലിയ തൻ്റെ മക്കൾക്ക് ഏത് വിഷയത്തിനും മറുപടി തരാൻ ഒരപ്പൻ ഹാലലിയ ഒരുക്കത്തോടിരിക്കുക. നമ്മൾ അപ്പനോടൊന്ന് ചോദിക്കണം പ്രീതി മക്കളെ, അപ്പൻ്റെ സന്നിധിയിലൊന്ന് ഹാലലൂയ ഒന്ന് നമ്മുടെ ഭാരം ഇറക്കി വെക്കാൻ നമുക്ക് ഒരുക്കമുണ്ടോ? അത് യേശുപ്പൻ്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ അപ്പൻ നമുക്ക് നൽകി തരും. ഹാലലൂയ. പറയാം, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഹാലലൂയ. ഒരു നെഗറ്റീവ് അല്ല പ്രീതി മക്കളെ. പലപ്പോഴും മനുഷ്യരാ ഒരു നെഗറ്റീവായിട്ടുള്ള റിപ്ലൈ പറയുന്നത്. ഹാലലൂയ. പക്ഷെ നമ്മുടെ അപ്പൻ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ നമുക്ക് തരുന്നത്. ഹാലലൂയ. ഈ ദിനങ്ങളിൽ നമുക്ക് അപ്പൻ്റെ സന്നിധിയിൽ നമുക്ക് എനിക്ക് നൽകി തരുന്ന അപ്പനോട് ഹാലലൂയ യാചിക്കുവാൻ എനിക്ക് ഹാലലൂയ ഒരുക്കമുണ്ട്. ഞാൻ സന്നദ്ധയാ. ഹാലലൂയ. നമുക്ക് അപ്പനോട് ചോദിക്കാം. അപ്പൻ നമ്മളെ കൈവിടുന്ന അപ്പനല്ല, ചേർത്ത് പിടിക്കുന്ന അപ്പൻ്റെ കരം കൂടെയുണ്ട് പ്രീതി മക്കളെ. അടുത്തത് ദൈവഗീതം ചെയ്യണം. ഹാലലിയ. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 14-15 വാക്യത്തിൽ പറയുന്നുണ്ട്, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. ഹാലലുയ. നമുക്ക് എന്താണ് അപ്പനോട് പറയുന്ന ദൈവഗീതത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് അപ്പനോട് പ്രാർത്ഥിക്കണം. ഹാലലിയ. നമുക്ക് അപ്പച്ചൻ നൽകി തന്നു. അപ്പച്ചനോട് ഹാലലിയ ധൈര്യത്തോട് നമുക്കെല്ലാം പറയാൻ പറ്റും പ്രീതി മക്കളെ. മനുഷ്യരോടല്ലേ നമുക്കൊരു പേടിയൊക്കെ വരുന്നത്. അപ്പച്ചൻ്റെ സന്നി എന്തും ഹാലലിയ ഒരു കുഞ്ഞു ഹാലലിയ ഒരു പിതാവിനോട് ചോദിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ അപ്പച്ചൻ്റെ സന്നിധിയിൽ ഇരുന്ന് ചോദിക്കാം. ഹാലലിയ. അപ്പ എൻ്റെ വിഷയം അപ്പൻ അറിയുന്നുണ്ട്. നമ്മുടെ വിഷയം എല്ലാം അപ്പൻ എല്ലാം നമുക്ക് മുന്നമേ അറിയുന്നുണ്ട്. പക്ഷേ നാം ഒന്ന് ചോദിക്ക്, അപ്പനോടൊന്ന് പറ. ഹാലലൂയ. അടുത്തതായിട്ട് എന്താ? നമ്മുടെ സ്വാർത്ഥമായ പ്രാർത്ഥനയൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പനോട് ഹാലലൂയ അപ്പ ഞാൻ ഒന്നുമില്ല എന്ന് സമ്മതിച്ച് ഹാലലൂയ അപ്പനോട് പ്രാർത്ഥിക്കണം. അതാ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയാം, നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഇന്നിപ്പോ എല്ലാരും ഇതുപോലെ സ്വാർത്ഥമായിട്ട് എനിക്കത് വേണം അപ്പ, എനിക്കിത് തരണേ അപ്പ എന്നൊക്കെ പറഞ്ഞ അല്ല. നമ്മൾ നമ്മുടെ അപ്പൻ്റെ സന്നിധി എന്നപ്പാ ഞാൻ ഒന്നുമില്ല എന്ന് സമ്മതിക്കുന്നു. അപ്പനാൽ അസാധ്യമായതൊന്നുമില്ല. അപ്പൻ സകലതും ചെയ്തു തരും. ഹാലലൂയ. അപ്പൻ്റെ സന്നിധി ഹാലലൂയ നമുക്കൊന്ന് അപ്പനോടൊന്ന് ചോദിക്കാം പ്രീതി മക്കളെ. കരങ്ങളിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ ഹാലലൂയ ചില കാര്യം നമ്മളുടെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന, ഐക്യതയോടുള്ള പ്രാർത്ഥന, യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനയായിരിക്കണം. ഹാലലൂയ. എങ്കിൽ നമ്മൾ ഹാലലൂയ അപ്പൻ്റെ കൽപ്പനയൊക്കെ അനുസരിച്ച് അപ്പനോട് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൻ നമ്മളെ കൈവിടത്തില്ല. ഹാലലൂയ. ഏത് വിഷയത്തിന്മേലും ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു അപ്പ, എൻ്റെ ഉള്ളവ അറിയുന്നത് അപ്പനാ, എന്നോട് മനസ്സലിയണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ വിഷയത്തിന്മേലും ദൈവപ്രവൃത്തി വെളിപ്പെടണേ. അപ്പൻ ആരെയും കൈവിടുന്ന അപ്പനല്ല. ഹല്ലേലൂയ. ഉള്ളതുപോലെ അറിയുന്ന ഞങ്ങളുടെ അപ്പച്ച ഏത് വിഷയമാണെങ്കിലും കർത്താവ് അപ്പച്ച നൽകി കൊടുക്കുവാൻ ശക്തനാണല്ലോ. ഒന്നിനും കുറവില്ലാത്ത ഞങ്ങളുടെ അപ്പനെയാണല്ലോ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നത്. യേശുവപ്പ ഓരോ മക്കളെ സഹായിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓരോ മക്കളുടെ വിഷയത്തിന്മേ ദൈവം അത്ഭുതം ചെയ്തിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രീതി മക്കളെ, നമുക്ക് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് സകലതും നൽകി തരും. ഹാലലൂയ. വിശ്വാസം വർദ്ധിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹാലേലൂയ. സ്തോത്രം.